എല്ലാവർക്കും നമസ്കാരം. മുറിവെണ്ണയുടെ കുറച്ച് ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും, മിക്കവാറും ഒരുവിധപ്പെട്ട എല്ലാവരുടെ വീട്ടിലും മുറിവെണ്ണ ഉണ്ടാവും അല്ലേ. ഇത് ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് മുറിവെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ മുറിവെണ്ണയിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്നുള്ളത്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളുടെ മുരിങ്ങയില, വെറ്റില, ശതാവരി, അതുപോലെ തന്നെ കറ്റാർ വാഴ, ചുവന്നുള്ളി, താർത്താവൽ, ഉങ്ങിൻ്റെ പട്ട, അരി കഴുകിയ വെള്ളം, ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ടുള്ളത്. വേറെയും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ പാകം ചെയ്തെടുക്കുന്നതാണ് ഈ മുറിവെണ്ണ. അപ്പോൾ മുറിവെണ്ണയ്ക്ക് നമ്മൾ മുറിവെണ്ണ എന്ന് പറയുന്നത് എല്ലാവർക്കും പലർക്കുമുള്ളൊരു ധാരണ മുറിവിന് അല്ലെങ്കിൽ ചതവിന് യൂസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നതാണെന്നാണ് ഒരു തെറ്റിദ്ധാരണ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വേറെയും പല പ്രയോജനങ്ങളുമുണ്ട്. ഫസ്റ്റായിട്ട് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ മുറിവെണ്ണ, അതായത് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് വാഷ് ചെയ്തതിന് ശേഷം ഈ മുറിവെണ്ണ അതിലേക്ക് വയ്ക്കുമ്പോൾ ആ വൂണ്ട് ഹീലിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ്. രണ്ടാമതായിട്ട് ചതവ് പോലത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇത് മുറിവെണ്ണ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാവണമെങ്കിൽ അത് പ്രോപ്പർ പൊസിഷനിലേക്ക് ആക്കി ഇടുക. അതിനുശേഷം നമുക്ക് ഈ മുറിവെണ്ണ ചൂടാക്കുക എന്ന് പറയുമ്പം ഡയറക്റ്റായിട്ട് കൊണ്ട് എണ്ണ ചൂടാക്കാൻ പാടുള്ളതല്ല. അത് മുറിവെണ്ണയെന്നല്ല, ഒരെണ്ണയും അങ്ങനെ ചൂടാക്കാൻ പാടുള്ളതല്ല. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മളൊരു ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു ചെറിയ പാത്രം വെച്ച് അത് എണ്ണയെ ചൂടാക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ഡിസ്ലൊക്കേഷൻ സംഭവിച്ച ഭാഗത്ത് ഒരു കോട്ടൺ വെച്ചിട്ട് ബാൻഡേജ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഓയിൽ അപ്ലൈയും ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഫ്രാക്ചർ ആയാലും ശരി, നമ്മൾ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം അതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ മൂവ് ചെയ്യാനും സ്വെല്ലിങ്സും പെയിനും ഒക്കെ നമുക്ക് കുറേ കാലം ഉണ്ടാവും, പ്ലാസ്റ്ററിളക്കി ഇരുന്നാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബോണിന് ശക്തി കൊടുക്കാനും ഈ മൂവ്മെൻ്റൊക്കെ പോസിബിൾ ആക്കാനും പെയിനും സ്വെല്ലിങ്ങും ഒക്കെ കുറയ്ക്കാനും ഈ മുറിവെണ്ണ ബാൻഡേജും അല്ലെങ്കിൽ മുറിവെണ്ണ അപ്ലൈ ചെയ്യുന്നതും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഉളുക്കി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ചൂടാക്കിയിട്ട് ഒരു കോട്ടണിൽ വെച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉളുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ടിയേഴ്സ്, മസിൽ ടിയേഴ്സ്, ലിഗമെൻറ്റ് ടിയേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ ആവട്ടെ, ഡിസ്ലൊക്കേഷൻ, എന്തായാലും നമ്മൾ പ്രഷർ കൊടുത്ത് ഒരുപാട് തിരുമാൻ പാടില്ല. ആ തുള്ളിൽ എന്തായാലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻ സബ്സൈഡ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നല്ലോണം കുറച്ചൊരു പ്രഷറിൽ മസാജ് ചെയ്യാം. പക്ഷേ ആ ഇൻഫ്ലമേഷൻ സബ്സൈഡ് ആകുന്നത് വരെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് ബാൻഡേജ് കെട്ടിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഉളുക്കിന് അങ്ങനെ അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എന്നും വീഴ്ചയായിരിക്കും അല്ലേ. അപ്പോൾ വീഴ്ചയിൽ നമുക്ക് നെറ്റിയൊക്കെ മുഴച്ച് തലയൊക്കെ മുഴച്ച് വരാം. ഈ മുഴ വരാതിരിക്കാനും ഈ പെയിനും സ്വെല്ലിങ്ങൊക്കെ കുറയ്ക്കാനായിട്ടും ഒരു കോട്ടൺ ഇതിൽ മുറിവെണ്ണയെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടിച്ച ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് നിൽക്കണം കുറച്ച് സമയത്തേക്ക്. അപ്പം മുഴ വരാതിരിക്കും. അതുപോലെ തന്നെ പെയിനും സ്വെല്ലിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരിൽ ബെഡ് സോർ വരാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് കിടക്കുന്ന അടിയിലുള്ള ഭാഗങ്ങളിലെല്ലാം മുതുകിൽ താഴോട്ട് കാലുകളിലൊക്കെ ബെഡ് സോർ വരാതിരിക്കാനായിട്ട് ഈ മുറിവെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് സോർ വരില്ല. എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ കുറേ നാൾ കിടമായിരുന്നു, ഒരിക്കൽ പോലും ബെഡ് സോർ വന്നിട്ടില്ല. കാരണം ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. മുറിവെണ്ണ ബെഡ് സോർ വരാതിരിക്കാൻ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബേൺസ്, പൊള്ളലിന് വളരെ ഇഫക്റ്റീവാണ്. കാരണം ഇതിനകത്ത് ശതാവരിയും അലോവേരയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും. നമുക്ക് എരിച്ചിൽ, ബേണിംഗ് സെൻസേഷൻ, അത്തരത്തിലുള്ള വേദനയ്ക്കൊക്കെ നന്നായിട്ട് കുറയ്ക്കും. പൊള്ളലൊക്കെ കേൾക്കുവാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആ പൊള്ളലിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൊള്ളൽ കുമിളിക്കാതെ ഇരിക്കും, പെട്ടെന്ന് ഹീലാവുകയും ചെയ്യും. ഈവൻ ആ പാട് വരിക്കും മാറും മുറിവെണ്ണ. നമുക്ക് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇതുപോലെ കേസ് വരുമ്പം കണ്ടിട്ടുണ്ട്. ഈ പൊള്ളിയൊക്കെ വരുമ്പം ഈ മുറിവെണ്ണ വെച്ച് ധാര കോരുന്നതൊക്കെ. അപ്പോൾ മുറിവെണ്ണ ഈ ബേണിന് വളരെയധികം എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഒരു ബേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുറിവെണ്ണ അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഇത്തരത്തിലാണ് പല ഇതിലും നമുക്ക് ഈ മുറിവെണ്ണ, ചതവ്, അതുപോലെ തന്നെ പല ആർത്രൈറ്റിസ് കണ്ടീഷൻസിലും
നമുക്ക് മുറിവെണ്ണ യൂസ് ചെയ്യാം. മറ്റ് എണ്ണയുടെ ഒപ്പം ഈ മുറിവെണ്ണ യൂസ് ചെയ്യണത് അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കൂട്ടുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ സെല്ലുലാർ സ്പോണ്ടൈലൈറ്റിസ്, ലംബാർ സ്പോണ്ടൈലൈറ്റിസ്, അതായത് കഴുത്തിൻ്റെ പെയിന്, ബാക്ക് പെയിന്, അത്തരത്തിലുള്ള പെയിനെല്ലാം തന്നെ ഈ മുറിവെണ്ണ ഒന്ന് അപ്ലൈ ചെയ്യുന്ന, ചൂടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മുറിവെണ്ണ അപ്ലൈ ചെയ്തതിനു ശേഷം ചൂട് പിടിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു കോട്ടണിൽ ഡിപ്പ് ചെയ്ത് ആ ഭാഗത്ത് ബാൻഡേജ് ആക്കി വെച്ച് 2-3 പ്രാവശ്യമായിട്ട് ചെയ്യും. ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ആ സെല്ലിൽ സർവൈക്കൽ സ്പോണ്ടൈൽ, ലോവർ ബാക്ക് പെയിനൊക്കെ വളരെയധികം പെയിൻ കുറയ്ക്കുന്നതായിട്ട് കാണും. ഈ സ്വെല്ലിങ്ങോട് കൂടിയുള്ളതും അല്ലാതെ പെയിൻ മാത്രമായിട്ടുള്ളതും എല്ലാത്തിലും ഈ മുറിവെണ്ണ വളരെയധികം ഇഫക്റ്റീവാണ്. അപ്പം നമുക്ക് നോർമലി നമ്മൾ വെറുതെ ഇടുകയാണെങ്കിൽ നമ്മുടെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് ഉണ്ടാവും, ബോൺസിനൊക്കെ സ്ട്രെങ്ത് ഉണ്ടാവും. അത്തരത്തിൽ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ഈ മുറിവെണ്ണ വളരെയധികം ഇഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു മുറിവെണ്ണ കരുതിക്കോളൂ. പല ഗുണങ്ങളാണ് ഈ മുറിവെണ്ണയ്ക്കുള്ളത്. താങ്ക് യു.